നമുക്കെല്ലാം മരിക്കുന്നവരെ പേരുണ്ട്, പലതുണ്ടെങ്കിൽ മരിച്ചാൽ നമുക്ക് ഒറ്റൊരു പേരേ ഉള്ളൂ, മയ്യത്ത് അല്ലേ ശവോ. എന്നാൽ കോഴിൻ്റെ ഒരു ഭാഗ്യം, മരിക്കുന്നവരെ കോഴിക്ക് ഒരു പേരേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ കോഴിക്ക് എന്തെല്ലാം പേരാ, ചിക്കൻ കബാബ്, ചിക്കൻ പറന്നടിച്ച് 65 അല്ലേ, പല പേരിലാ. പുതിയ 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 എരിവുകളിലൂടെ, പുതിയ പുതിയ രുചികളിലൂടെ, പുതിയ പുതിയ പൊരിച്ചതിലൂടെ, പുതിയ പുതിയ വറുത്തതിലൂടെ ഈ ശരീരത്തിന്റെ സുഖം വർദ്ധിപ്പിക്കുവാൻ എന്തുണ്ട് മാർഗമെന്ന് ആലോചിച്ച് പരക്കം പായുന്ന മനുഷ്യരാണ്. ഈ ശരീരത്തിന്റെ സുഖമാണ് ഈ പ്രപഞ്ചത്തിന്റെ സുഖമെന്ന് ധരിച്ചുപോയി. മൃഗങ്ങൾക്കെല്ലാം ശരീരത്തിന്റെ സുഖം മാത്രമാണ് സുഖം, എന്നാൽ മനുഷ്യന്റെ സുഖം അതല്ല. മനുഷ്യന്റെ സുഖം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിഞ്ഞപ്പോ ഉണ്ടായ കഥകൾ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ശരീരം കോരിത്തരിച്ചൊരനുഭവമുണ്ട്. ആ അനുഭവം, അദ്ദേഹത്തിന്റെ കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യൻ, ആ ബിലാൽ പള്ളിയിൽ കയറി വിളിച്ചൊരു ബാങ്കുണ്ട്. ആ ബാങ്ക് കേട്ടിട്ട് അവിടുത്തെ നിവാസികൾ വാവിട്ട് നിലവിളിച്ചില്ലായിരുന്നുവെങ്കിൽ മാനസിക രോഗത്തിന് അടിപ്പെട്ടു പോകുമായിരുന്നു എന്ന വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും വലിയ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അവിടെ. ആ ബിലാലിന്റെ ബാങ്കൊലികളെ കുറിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ യേശുദാസിന്റെ 1000 കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ എന്ന പാട്ടിലെ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൽ കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ എന്നൊരു വരിയുണ്ട്. എന്തെന്നാ ഈ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആബിദ് ഹുദവി എന്ന് പറയുന്ന ഒരാളുണ്ട് തച്ചണ്ണയില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടാ, കേട്ടിട്ടുണ്ടോ ആബിദ് ഹുദവി? ഞാൻ ഇവനോട് ചോദിച്ചു അതെന്നാ സംഭവം എന്ന്. അവൻ ആ കഥകൾ എനിക്ക് പറഞ്ഞു വന്നപ്പോഴല്ലോ എനിക്കൊരു സാഹിത്യകൃതി മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദം പോലുള്ള ഒരു ആനന്ദമാണ് ബിലാലിനെ കുറിച്ച് കഥകൾ ആബിദ് ഹുദവി എനിക്ക് പറഞ്ഞു വന്നപ്പോൾ കിട്ടിയത്. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ മനുഷ്യരായേ? അതിന്റെ അനുഭൂതി നുകരാൻ പറ്റണ്ടേ? അതിന് പകരം ആ സമയത്ത് പോയിട്ട് കടിച്ചു പറിക്കുക, ഇതാണ് ആനന്ദം എന്ന് വിചാരിക്കുക.